Good morning, all. Good morning. നമുക്ക് ട്രേഡ് യൂണിയൻ ആണ് എടുത്ത് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ? എന്തെങ്കിലൊക്കെ ഡൗട്ടുകള്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമുക്കതിന് നെക്സ്റ്റ് എടുക്കാനുള്ളത് ട്രേഡ് യൂണിയന്റെ ബാലൻസ് അല്ലെ? ട്രേഡ് യൂണിയൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ? അവിടെ നമ്മള് ട്രേഡ് യൂണിയൻ എന്താന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ ഏതൊരു ഓർഗനൈസേഷനിൽ നിലകൊള്ളുന്നത്. ഏതൊരു കമ്പനി ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ അവിടെ വ്യാപൃതമായിട്ട് വർദ്ധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു ചെറിയ പേയ്മെന്റോട് കൂടിയിട്ടൊക്കെയാണ് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലെ? പരമാവധി അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് നിലകൊള്ളാൻ തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് that is why they start negotiating with the top management of the company and express their grievances. Okay, നമുക്കറിയാം അവിടെ എന്തെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് മേലുദ്യോഗസ്ഥരാണ് അല്ലെ? അപ്പൊ മേലുദ്യോഗസ്ഥരായിട്ട് അവിടെ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഇതിനുള്ള ഒരു പരാതികളൊക്കെ അവരെ സമർപ്പിക്കുന്നത്. Then the workers also demand a share in the powers of the management as far as decision making is concerned. Okay, അതുപോലെ തന്നെ നമുക്കറിയാം എംപ്ലോയീസ് ആണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ? അവരാണ് ആക്റ്റീവായിട്ട് പെർഫോമൻസ് കൈകാര്യം ചെയ്തത്. അതായത് അവര് സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറെ ഡിസിഷൻസ് ഒക്കെ ആയിരിക്കും പ്രോപ്പറായിട്ടുള്ള മാനേജേഴ്സ് എടുക്കുന്നത്. കാരണം തീരുമാനങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസ് ആയിരിക്കും. സോ എംപ്ലോയീസ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവരുടെയും കൂടി സാന്നിധ്യം അല്ലെ? അവിടെ നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് the workers also demand a share in the power of management as far as the decision making is concerned. എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എംപ്ലോയീസിനും കൂടി അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കുക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ റിസ്കുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ടോ അതൊക്കെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അത്തരത്തില് അവരെ പങ്കാളികളാക്കാനായിട്ടും തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ ഹെൽപ്പുകൾ അവർക്ക് അനുകൂലമായിട്ട് വരാറുണ്ട്. In this regard, trade union plays an important role as they help in protecting the workers' economic interest. തീർച്ചയായിട്ടും നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ അല്ലെ? അവര് എംപ്ലോയീസ് ആണ് മാക്സിമം അഫോർഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവര് ചെലവഴിക്കുന്ന ഒരു അല്ലെ അവരുടെ ടൈമും എനർജിയൊക്കെ ചെലവഴിക്കുന്ന അനുസരിച്ചിട്ടുള്ള റിട്ടേൺ തീർച്ചയായിട്ടും എംപ്ലോയീസ് ആഗ്രഹിക്കും അല്ലെ? അപ്പൊ എക്കണോമിക് ആയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു താല്പര്യങ്ങളെല്ലാം പരീക്ഷിക്കുന്നതിന് പ്രധാനമായിട്ടും ട്രേഡ് യൂണിയനുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. They do so by collective bargaining and also by using political and economic tactics to pressurize the management of the company. ഓക്കെ, കമ്പനിയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരിക്കലും എംപ്ലോയീസ് മാത്രം എന്തെങ്കിലും വിലപേശലിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മൈൻഡ് പോലും ചെയ്യണമെന്നില്ല. അതേസമയം യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗൈൻ ചെയ്യാൻ വരുമ്പോൾ എന്താണ് ഒരു പൊളിറ്റിക്കൽ സ്വാധീന ശക്തി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലും കൂടി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രഷർ അല്ലെ? ആ മാനേജ്മെന്റിന് ഒരു പ്രഷർ ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം നടപടികൾ സ്വീകരിക്കാനായിട്ട് അവര് മാനേജ്മെന്റ് തയ്യാറാവുകയും ചെയ്യും. ട്രേഡ് യൂണിയൻ believes that they are a part of the organization as it a subsystem that helps to fulfill the interest of certain groups, that is workers.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ട്രേഡ് യൂണിയൻ അവിടെ നിലകൊള്ളുന്നത് എന്താണ്, ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് നിലകൊള്ളുന്നത്. ആർക്ക് വേണ്ടിയിട്ടുള്ളത്? വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. കാരണം വർക്കേഴ്സിന് എന്തെങ്കിലും ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, എന്തെങ്കിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ബാർഗെയിൻ ചെയ്ത് നടപ്പാക്കി കൊടുക്കുന്നത് ആരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്? ആരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടപ്പാക്കി കൊടുക്കാൻ സാധിക്കുന്നത്? യൂണിയന്റെ സപ്പോർട്ടോട് കൂടി. ഓക്കെ, അപ്പൊ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് സ്ത്രീയിൽ നടപ്പാക്കി അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് ട്രേഡ് യൂണിയൻ അവിടെ നിലകൊള്ളുന്നത്. ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ട്രേഡ് യൂണിയൻ ഒരു സബ്സിസ്റ്റം ആയിട്ട് വിച്ച് യൂണിയൻ കോൾഡ് സബ്സിസ്റ്റം ഓഫ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ സബ്സിസ്റ്റം ആയിട്ട് നിലകൊള്ളുന്ന, അല്ലെ, വർക്കേഴ്സിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന ഒരു സബ്സിസ്റ്റം ആയിട്ട് നിലകൊള്ളുന്നത് ഏത് യൂണിയനുകളാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാം ട്രേഡ് യൂണിയനുകളാണ് അവിടെ അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വർദ്ധിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കുമ്പോൾ, if the community and organization are growing strongly, the role of a trade union is also considered vital. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷന്റെ ആ ഒരു നിലനിൽപ്പ്, അല്ലെ, വളർച്ച എന്ന് പറയുന്നത് വളരെ ശക്തമായ രീതിയിൽ അത് വളർന്ന് വികസിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും യൂണിയന് അതിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കാരണം പ്രധാനമായിട്ടും യൂണിയൻ അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു പിൻബലം അവർക്ക് ഉണ്ട് എന്നത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. വേരിയസ് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. Some trade unions are formed by blue collar workers, some by white collar employees, and some are formed by employers. നമുക്കറിയാം ട്രേഡ് യൂണിയൻ നോക്കുമ്പോൾ എന്താണ്, എംപ്ലോയീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള യൂണിയൻ മാത്രമല്ല ഉള്ളത്. അതിനപ്പുറം തൊഴിലാളികൾക്കും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവരും എന്തെങ്കിലും ഗ്രൂപ്പ് ഓഫ് അസോസിയേഷനൊക്കെ, അല്ലെ, അവർ ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിയനുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം വൈറ്റ് കോളേഴ്സ് എംപ്ലോയീസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർക്ക് അവരവരുടേതായിട്ടുള്ള പ്രോബ്ലംസ്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ട് ആയി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് കോളർ എംപ്ലോയേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ബ്ലൂ കോളേഴ്സ് എംപ്ലോയേഴ്സ്, അല്ലെ, എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിലവും. അല്ലെ, നമുക്കറിയുമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ, ടീച്ചേഴ്സ് അസോസിയേഷൻ, അല്ലെ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകളൊക്കെ ഇല്ലേ? അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും, അല്ലെ, ഓരോ പ്രൊഫഷനും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻ കേസ് തൊഴിലുടമയ്ക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ, ഇൻ കേസ് നമുക്കറിയാം ഗവൺമെന്റ് കുറെ നികുതിയും കാര്യങ്ങളൊക്കെ ചുമത്തി കഴിഞ്ഞാൽ തൊഴിലുടമയ്ക്കും അത് പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെ, അത്രയും നികുതിയൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരികയും എംപ്ലോയിക്കൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അനുസരിച്ചിട്ട് അവർക്ക് റിട്ടേൺ നേടിയെടുക്കാൻ പറ്റാതെ വരും. സോ അവർ, അല്ലെ, തൊഴിലുടമകളും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും യൂണിയനുകൾ ഫോം ചെയ്യും. അവരും, അല്ലെ, ഈ തരത്തിലുള്ള യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഗവൺമെന്റിനും, അല്ലെ, മുമ്പിലൊക്കെ അവരുടെ ബാർഗൈനിങ് പ്രോസസ് ഒക്കെ നടപ്പാക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കുക. സം ട്രേഡ് യൂണിയൻസ് ആർ ഫോംഡ് ബൈ ബ്ലൂ കോളർ വർക്കേഴ്സ്, അതായത് ഒരു സ്പെഷ്യൽ, അല്ലെ, ട്രേഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള യൂണിയനുകളുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കോളേഴ്സ്, അല്ലെ, നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള, അല്ലെ, ടോപ്പ് ലെവലിലുള്ള ചിഹ്നക്കാർക്കും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസുകളുണ്ട്. സോ ആ ഇഷ്യൂസും അവർക്ക്, അല്ലെ, ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള യൂണിയനുകളുണ്ട്. ആൻഡ് സം ആർ ഫോംഡ് ബൈ എംപ്ലോയേഴ്സ്, തൊഴിലുടമകളും ഇതേപോലെ തന്നെ യൂണിയനുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും എന്താണ്, ഏതൊരു ഇതിനും, അല്ലെ, യൂണിയൻ വർക്കേഴ്സിനാണെങ്കിലും എംപ്ലോയീസിനാണെങ്കിലും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ബാർഗൈനിങ് പവർ, അല്ലെ, അത് ഒത്തിരി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും യൂണിയൻ ഫോം ചെയ്ത് അതിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു പർട്ടിക്കുലർ സ്വാധീനത്തോട് കൂടിയിട്ടൊക്കെ തന്നെയായിരിക്കും അവർ ബാർഗൈൻ ചെയ്ത് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ഓക്കെ, വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ബ്ലൂ കോളർ വർക്കേഴ്സ്, വൈറ്റ് കോളർ എംപ്ലോയീസ്, ആൻഡ് സം ആർ ഫോംഡ് ബൈ എംപ്ലോയേഴ്സ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഏതെങ്കിലും ഭാഗത്ത്? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ലെസ്റ്റർ,
ഈ പറഞ്ഞ ട്രേഡ് യൂണിയനെ കുറിച്ചിട്ട് വ്യത്യസ്ത വ്യക്തികൾ അവരുടേതായിട്ടുള്ള ഡെഫിനിഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെസ്റ്റർ എന്താണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്? A trade union is an association of employees designed primarily to maintain or improve the condition of employment of its members. Okay, trade union എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമർലി അല്ലെ പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയിട്ടാണ്? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അല്ലെ. അവിടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന രൂപം അല്ലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഇസ് ആൻ അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഒരു അസോസിയേഷൻ ആണ്. ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമർലി മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതിലെ മെമ്പേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് എംപ്ലോയീസ് രൂപീകരിച്ചിരിക്കുന്ന ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആരഭിപ്രായപ്പെട്ടതാണ്? ആ പേര് ഓർത്ത് വെച്ചേക്കുക, ലെസ്റ്റർ. ഓക്കെ ആണോ? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് എംപ്ലോയി ഡിസൈൻഡ് primarily to maintain or improve the condition of employment of its members. Trade union നമുക്ക് മോസ്റ്റ്ലി മനസ്സിലാവും എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് അപ്പൊ ഇൻട്രൊഡക്ഷനിൽ മീൻസ് ഡെഫിനേഷനിൽ എന്താണ് നോട്ടായി അല്ലെ കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം അല്ലെ. ഭയങ്കരമായിട്ടൊന്നും പഠിക്കേണ്ടതില്ല, എങ്കിലും അത് ആരാണെന്നൊക്കെയുള്ളത് ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വെച്ചേക്കാം. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ആണ്. എംപ്ലോയീസ് ഡിസൈൻ ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ്. ഇൻ കേസ് ചിലപ്പോഴൊക്കെ ചില രീതിയിലും ഇപ്പൊ Dash is an association of employee designed primarily to maintain to improve the condition of employment of its members. അങ്ങനെ ചോദിച്ചു കാണാറുണ്ട്. സോ അപ്പൊ മനസ്സിലാക്കി വെക്കുക, ട്രേഡ് യൂണിയൻ ആണ് ഈ തരത്തില് എംപ്ലോയി ഡിസൈൻ ചെയ്യുന്ന അസോസിയേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ, ഫ്ലിപ്പോയുടെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? എ ട്രേഡ് യൂണിയൻ is a workers organization which is established by collective activities to the welfare of the members in social, economic, and potential interest, and to keep them secure and for improvement in it. Okay, ഇവിടെ പറയാണ് എ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ ആണ്. അത് നമുക്കറിയാം. അത് തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷൻ എന്താണ് പ്രധാനത്തോടുകൂടി കൈകാര്യം ചെയ്തത്? ബൈ ദ കളക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് to their welfare of the members and social, economic and potential interest അല്ലെ. അവിടെ കളക്റ്റീവ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് അവരുടെ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അല്ലെ. നമുക്കറിയാം എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസുകളാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. And to keep them secured and for improvement in it. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന്റെ സുരക്ഷാ കാര്യങ്ങൾ, അവരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ധൈര്യങ്ങളാണ് കൂടുതലായിട്ട് ആ ഒരു വർക്കേഴ്സ് അസോസിയേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. Trade union is a workers organization which is established by their collective activities to welfare അല്ലെ. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്? ആ യൂണിയനിലെ ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന്റെ ക്ഷേമ പ്രവർത്തനം. എത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെ. അവരെ സാമ്പത്തികവും മറ്റ് അവരുടെ താല്പര്യങ്ങൾക്കും അധിഷ്ഠിതമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു സംരക്ഷണം അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ ആണ്. വർക്കേഴ്സിന്റെ, തൊഴിലാളികളുടെ ഓർഗനൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെ, ഫ്ലിപ്പോയുടെ അഭിപ്രായത്തിൽ അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പം ഇറ്റ്സ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആണ്. അതേസമയം ലെസ്റ്ററിന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് ആൻ അസോസിയേഷൻ ആണ്. ഓക്കെ, ഡെഫിനേഷൻ ഒരിക്കലും നമുക്കറിയാം അത് അങ്ങനെ തന്നെ അല്ലെ കറക്റ്റ് ആയിട്ട് തന്നെ ഡെഫൈൻ ചെയ്യണം. സോ ഒരിക്കലും ഓർഗനൈസേഷനും അസോസിയേഷനും മാറിപ്പോകരുത്. സോ അത് തന്നെ മനസ്സിലാക്കി വെക്കുക, ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഓർത്ത് വെക്കുക. ലെസ്റ്റർ ആണെങ്കിൽ ട്രേഡ് യൂണിയൻ ഇസ് ആൻ അസോസിയേഷൻ ആണ് എങ്കിൽ ഫ്ലിപ്പോയുടെ അഭിപ്രായത്തിൽ യൂണിയൻ ഇസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആണ് വിശേഷിപ്പിച്ചു തുടങ്ങുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു വെബ്സ്
വെബ്സിന്റെ അഭിപ്രായത്തിൽ എന്താന്ന് നോക്കാം. വെബ്സ് എന്ന് പറയുന്നത് a trade union is a continuous association of a wage earners for the purpose of maintaining and improving the conditions of their working lives. ഇവിടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയാൻ കാരണം of wage earners for the purpose of maintaining and improving the conditions of their working lives. Okay, അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനും വേജസ് ഒക്കെ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടായിരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും ആ പരിഹാരങ്ങളൊക്കെ ഓക്കെയാണോ അല്ലെ, അത് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ മാതിരി ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടായിരിക്കും അതിന് വീണ്ടും തുടർ പരിപാടികളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകുന്നത്. സോ ഇവിടെ വെബ്സിന്റെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് of wages earners for the purpose of maintaining and improving the conditions of their working lives. അല്ലെ, അവിടെ വർക്കേഴ്സിന്റെ വർക്കിംഗ് ലിവ്സ് ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഏണിങ്സ് ഒക്കെ വേജസ് ഒക്കെ നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സില് ട്രേഡ് യൂണിയന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, അതിന്റെ സ്വഭാവങ്ങൾ അല്ലെ, സ്വഭാവ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ various characteristics of a trade unions are categorized below. ആയിട്ട് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഫസ്റ്റ് വൺ അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ. അതിന്റെ പ്രധാന സവിശേഷതയായിട്ട് പറയുന്നത് എന്താണ്, അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ, സ്വമേധയായുള്ള ഒരു സ്വഭാവമാണ് അതിനുള്ളത്, അസോസിയേഷൻ ഉള്ളത്. So the association of employee in trade union is the one their own will and not forced. Okay, സ്വന്തമായിട്ട് തന്നെ താല്പര്യം അല്ലെ, നമ്മൾ യൂണിയനിൽ അങ്ങനെ അടിച്ച് നേൽപ്പിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് നേടിപ്പിക്കാനായിട്ടൊന്നും പറ്റില്ല അല്ലെ. എംപ്ലോയീസിന് ഏത് യൂണിയനിലും വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ ഇതെന്താണ്, സ്വന്തമായിട്ടല്ലേ, ഓൾ ബില്ലാണ്, നമ്മുടെ അവനവന്റെ എംപ്ലോയിയുടെ ആഗ്രഹപ്രകാരമാണ് അതിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയല്ല നടപ്പാകുന്നത്. All the volunteer employee join the union to work together in the direction of achieving their common objectives. തീർച്ചയായിട്ടും നമുക്കറിയാം പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയനും വർക്കേഴ്സ് ഒക്കെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾ വേജസ് കൂട്ടി തരാനായിട്ട് എംപ്ലോയി ആഗ്രഹിക്കുകയാണെങ്കിൽ അവരോടൊപ്പം നിന്ന് തന്നെയാണ് യൂണിയനുകൾ അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് കൂട്ടിക്കൊടുത്ത് അവിടെ തീർച്ചയായിട്ടും തൊഴിലുടമയിൽ നിന്ന് അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്നെല്ലാം അത് നേടിക്കൊടുത്തു കൊടുക്കുന്നത്. സോ അവിടെ എന്താണ്, യൂണിയനോടൊപ്പം ചേർന്ന് തന്നെയാണ് വർക്കേഴ്സും പ്രവർത്തിക്കുന്നത്. Such associations have numerous workers from different occupations. നമുക്കറിയാം വ്യത്യസ്ത അല്ലെ, വ്യത്യസ്ത ഓക്യുപ്പേഷനിൽ നിന്ന്, വ്യത്യസ്ത തൊഴിൽ ഭാഗത്തിൽ നിന്ന് ഒരുപാട് വർക്കേഴ്സ് എല്ലാം
അതിന്റെ ആ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. തീർച്ചയായിട്ടും വർക്കേഴ്സിനോടൊപ്പം നിന്ന് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പൊ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വോളണ്ടറി നേച്ചറാണ്. ആരെ ഫോഴ്സ് ചെയ്തിട്ടല്ല ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. സ്വമേധയാ അവനവന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് യൂണിയന്റെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എംപ്ലോയീസ് അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. കേല്ലേ അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ. ഓക്കെ, വീണ്ടും പറയേണ്ടതുണ്ടോ? ഒക്കെയാണോ? യൂണിയൻ ടു വർക്ക് ടുഗദർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് അച്ചീവിംഗ് ദെയർ കോമൺ ഒബ്ജക്റ്റീവ്സ്. പൊതുവായ ലക്ഷ്യത്തിന്, കോമൺ ആയിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യൂണിയന്റെ ഒപ്പം നിന്നാട്ടാണ് വർക്കേഴ്സ് എംപ്ലോയീസ് അവിടെ പ്രവർത്തിച്ചിട്ടാണ് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. യൂണിയൻ വേറൊന്ന് താല്പര്യപ്പെടുന്നു, എംപ്ലോയീസ് വേറൊന്ന് താല്പര്യപ്പെടുന്നു, അങ്ങനെയല്ല അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു സബ്സിസ്റ്റമായിട്ട് നിലനിന്നുകൊണ്ടാണ് അവിടെ തീർച്ചയായിട്ടും അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. കോമൺ ഇൻട്രസ്റ്റ്. എന്താണ് കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? Common problems and the interest of the workers is the primary motivation factor and also the reason behind their unity. ഓക്കെ, നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും ഒരുപാട് എംപ്ലോയീസിന് കുറെ താല്പര്യങ്ങളുണ്ടാവും. ചിലർക്കെങ്കിലും റയറായിട്ടുള്ള താല്പര്യം, വ്യത്യസ്തമായിട്ടുള്ള താല്പര്യമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് ഹ്യൂമൻ ബീങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ബിഹേവിയർ ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ചിലരോടായിരിക്കും താല്പര്യം, എന്നാൽ ഭൂരിഭാഗം അല്ലേ എംപ്ലോയീസിനും എന്താണോ താല്പര്യം അതിനനുസരിച്ചിട്ടായിരിക്കും ബാർഗെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത് അല്ലേ. ശരിയല്ലേ? ആണോ? അല്ലെ, ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് യൂണിയനുകളൊക്കെ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കാം, കോമൺ പ്രോബ്ലംസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് ഇസ് ദ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ അല്ലെ. പ്രധാനപ്പെട്ട അവിടുത്തെ പ്രേരക ഘടകമായിട്ട് വരുന്നത് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ്, അതിന് ഒരു അല്ലെ കറക്ഷൻ അല്ലെ അതിന്റെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദ റീസൺ ബിഹൈൻഡ് ദെയർ യൂണിറ്റി. ഐക്യത്തോടു കൂടിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള കാര്യം കൂടി വളരെ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതാണ് അല്ലെ. യൂണിയൻ പ്രവർത്തിച്ചത് കൊണ്ട് ഒരു വിഭാഗം എംപ്ലോയീസ് ഭിന്നിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് തമ്മിൽ പരസ്പരം എന്തെങ്കിലും അല്ലെ വൈരുദ്ധ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലുടമയ്ക്കും ആകെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലെ. ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മോസ്റ്റ് ഓഫ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുത്ത് ഐക്യത്തോടു കൂടി യൂണിറ്റിയോട് കൂടിയിട്ട് തന്നെ അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടായിരിക്കും യൂണിയനുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. Although the trade union they try to maintain sound relation with the management of the company. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ബാർഗെയിൻ ചെയ്യുമ്പോൾ അല്ലെ മാനേജ്മെന്റിനെ അല്ലെ വളരെ വിലപേശിയല്ല അവിടെ കാര്യങ്ങൾ സാധിച്ചിരിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടല്ല, അവരെങ്ങനെ യൂണിയന്റെയും കൂടെ മധ്യസ്ഥത്തില് എംപ്ലോയിയുടെ ആവശ്യങ്ങള് മാനേജ്മെന്റ് അല്ലെ തൊഴിലുടമയിൽ നിന്ന് നിർവഹിച്ചു കൊടുക്കുക എന്നുള്ള രീതിയാണ്. അവിടെ സമാധാനപൂർവമായിട്ടുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഇവര് സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ്, ഒരു ഐക്യം തീർച്ചയായിട്ടും മാനേജ്മെന്റ് അതേമാതിരി തന്നെ കമ്പനിയും ഒക്കെ ആയിട്ട് ട്രേഡ് യൂണിയനുകൾ സ്വായത്തമാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. സോ കോമൺ ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു ചെറിയ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കല്ല യൂണിയൻ പ്രാധാന്യം കൊടുക്കുന്നത്. മോസ്റ്റ്ലി എന്തോരം അല്ലെ മോസ്റ്റ്ലി എല്ലാവർക്കും എന്താണോ താല്പര്യം, എല്ലാ എംപ്ലോയീസിനും എന്താണോ താല്പര്യം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ മാനേജ്മെന്റിൽ നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? കോമൺ ഇൻട്രസ്റ്റ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ. സ്വമേധയായുള്ള ഒരു സ്വഭാവമാണ് ആരെയും കമ്പൽ ചെയ്തിട്ടുള്ള മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂണിയൻ പ്രവർത്തിക്കുന്നത് കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതായത് മോസ്റ്റ്ലി എംപ്ലോയീസിന് എന്താണോ ആഗ്രഹം ആ താല്പര്യമാണ് അവിടെ നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ് അത് നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. മാനേജ്മെന്റ് ആയിട്ടൊക്കെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ല ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് അത് നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ഓക്കെ, എന്താണ് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്?
എന്താണെന്ന് നോക്കാതെ ട്രേഡ് യൂണിയൻ ആർ സെറ്റപ്സ് ഇൻ വിച്ച് എംപ്ലോയീസ് ഓർ വർക്കേഴ്സ് ഓഫ് ദ കമ്പനീസ് ജോയിൻ ടുഗദർ വോളണ്ടിയർ. നമുക്കറിയാം അവിടുത്തെ ട്രേഡ് യൂണിയന്റെ സെറ്റപ്പ് അനുസരിച്ചിട്ട് അവിടെ കമ്പനിയിലെ എംപ്ലോയീസ് സ്വമേധയാണ് അതിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. They elect their leader on their own, and thus the real strength of the leader lies in the workers. Okay, നമുക്കറിയാം ഒരു ഇലക്ഷൻ ഒക്കെ സംഘടിപ്പിച്ചിട്ട് യൂണിയൻ നേതാക്കളൊക്കെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എലക്ട് ചെയ്തിട്ട് അവരെ വിജയിക്കുന്നത്, അല്ലെ? അത് നമുക്കറിയാം ഇലക്ഷൻ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർ മാത്രം എലക്ട് ചെയ്താൽ മതി എന്ന് പറയുമോ? ഇലക്ഷനിൽ പങ്കാളിയായാൽ മതി എന്ന് പറയുമോ? ഒരു യൂണിയനൊക്കെ ഒരു ഇൻഡസ്ട്രിയിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ എംപ്ലോയീസിനും പങ്കുണ്ട്, അല്ലെ? അതില് ഏത് എംപ്ലോയീസിന് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. അത് ടോപ്പ് ലെവലിലാണെങ്കിലും മിഡിൽ ലെവലിലാണെങ്കിലും ലോവർ ലെവലിലാണെങ്കിലും എല്ലാ ലെവലിൽ ഉള്ള ജീവനക്കാർക്കും വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം, അല്ലെ? ഒരു വേർതിരിവില്ലാതെയാണ് അവർ ഇലക്ഷനൊക്കെ സംഘടിപ്പിക്കുന്നത്, അല്ലേ? ആണോ? യൂണിയൻ നേതാക്കളൊക്കെ അങ്ങനെയല്ലേ തെരഞ്ഞെടുക്കാം? കുറച്ചുപേര് മാത്രം വോട്ട് ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുമോ? ശരിയാണോ? എന്താണ് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് വരുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെയാണോ? ഇലക്ഷൻ നടത്തുന്നത് എങ്ങനെ? ഒരു വിഭാഗക്കാരെ മാറ്റി നിർത്തിയിട്ടായിരിക്കും ഇലക്ഷൻ ഒക്കെ നടത്തുന്നത്, ആണോ? അല്ല, അല്ലെ? തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടാണ് അവിടെ ഇലക്ഷൻ ഒക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം the real strength of the leader lies in the workers. വർക്കേഴ്സിന്റെ ഒരു നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? ദിസ് ഇസ് ഹൗ ജസ്റ്റ് ദ വർക്കേഴ്സ്. നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും യൂണിയൻ നിലനിൽക്കുന്നത് തന്നെ വർക്കേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ദിസ് ഇസ് ഹൗ ദിസ് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ പോപ്പുലർ പ്രാക്ടീസ് in various organizations as in case of unions. The authority flows from bottom up to top. തീർച്ചയായിട്ടും നമുക്കറിയാം താഴേക്ക് വരുന്ന ജീവനക്കാരുടെ കൂടി ഒരു അവിടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വിജയിച്ച് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇൻ കേസ് എന്താണ് ഒരുപാട് ഉദ്യോഗസ്ഥരായിരിക്കും, ചിലപ്പോൾ ഫീൽഡ് വർക്കേഴ്സ് ഒക്കെ ആയിരിക്കും ഒരുപാട് ഉണ്ടാവുക. ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരൊക്കെ റയർ പേഴ്സൺസ് ആയിരിക്കും, അല്ലെ? മിക്കവാറും ഇൻഡസ്ട്രിയിലൊക്കെ വർക്കേഴ്സ്, അല്ലെ, ഹ്യൂമൻ റിസോഴ്സസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫീൽഡ് വർക്കേഴ്സും, അല്ലെ, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരൊക്കെ വളരെ റയർ പേഴ്സൺസ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദം വോട്ട്, അല്ലെ, അവിടെ ഇത്തരത്തിലുള്ള യൂണിയൻ ലീഡേഴ്സിനെ കിട്ടണമെങ്കിൽ സബോർഡിനേറ്റിൽ നിന്ന് തന്നെയായിരിക്കും കൂടുതൽ വോട്ട് അവർക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. അങ്ങനെയാണ് മേലാധികാരിയായിട്ട് അവിടെ ആ ഒരു യൂണിയൻ ലീഡർ മേലധികാരിയായിട്ട് നിലനിൽക്കുന്നത്. സോ താഴെ നിന്നുള്ള ആ ഒരു അധികാരം, അല്ലെ, താഴെ നിന്നുള്ളവരുടെ വോട്ട് അവർക്ക് ലഭ്യമാകുന്നത് കൊണ്ടാണ് മേലധികാരിയായിട്ട് യൂണിയൻ ലീഡറായിട്ട് അവിടെ നിലകൊള്ളാനായിട്ട് യൂണിയൻ ലീഡേഴ്സിന് സാധിക്കുന്നത്. ഇതാണ് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. Okay, this is however just the opposite of the popular practice in various organizations as in case of unions. The authority flows from a bottom to top, അല്ലെ? നമുക്കറിയാം ഇലക്ഷൻ ഒക്കെ നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ നടത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ ഏറ്റവും ഫീൽഡ് ലെവലിലുള്ള സബോർഡിനേറ്റ്സിനൊക്കെ, അല്ലെ, അവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ലീഡേഴ്സിന് അവിടെ, അല്ലെ, നമുക്ക് വ്യത്യസ്ത യൂണിയൻ ലീഡേഴ്സിന്റെ ഒക്കെ ഇലക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെ, മോസ്റ്റ് ഓഫ് ദം സബോർഡിനേറ്റിന്റെ വോട്ടായിരിക്കും. അപ്പൊ അവരാണ് അധികാര തലത്തിലേക്ക് ഈ പറയുന്ന യൂണിയൻ ലീഡേഴ്സിനെ എത്തിക്കപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിച്ചിരുന്നത് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ട്രേഡ് യൂണിയന്റെ കാര്യത്തില് മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്. ഓക്കെ, മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് enables the workers to tackle the challenges posed by the top management of the company, which has the greater resources at its command. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ, അല്ലെ, എംപ്ലോയീസ് താല്പര്യപ്പെടാം ഞങ്ങൾക്ക് സാലറി കൂടി തരാം, ഞങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് വേണം, അല്ലെ, ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള AC കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എംപ്ലോയീസ് താല്പര്യപ്പെടുകയാണ്.
തീർച്ചയായിട്ടും ഈ യൂണിയൻ നേതാക്കൾക്ക് അതെല്ലാം ഫുൾഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് മതിയായ ഫണ്ടുകൾ ആവശ്യമാണ് അല്ലെ. എംപ്ലോയറിനെ കൊണ്ട് അത് സാധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ശ്രദ്ധയപ്പെടുത്തി അത് നേടി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റണ്ണിങ് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. അല്ലാത്ത പക്ഷം അവിടെ ഈ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ വരുന്നു അല്ലെ. It enables the workers to tackle the challenges posed by the top management of the company, which has great resources at its command. അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല റിസോഴ്സസ് ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ കമാൻഡ്സ് ആൻഡ് ഓർഡേഴ്സ് അവർക്ക് പാലിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഇതൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. The activities of members of the union, which are collective in nature, help them to establish equality with the management of the company. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ അല്ലെ എംപ്ലോയീസിന് മാത്രമായിട്ട് നിലകൊള്ളുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിനോടൊപ്പം തന്നെ വർദ്ധിക്കേണ്ടതാണ് യൂണിയൻ നേതാക്കൾ. കാരണം മാനേജ്മെന്റിന് അല്ലെ ശേഷിയുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് എംപ്ലോയീസിന്റെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. It greatly helps the bargaining with the management of the company on the matters relating to the employees. അല്ലെ എംപ്ലോയീസിന് റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ബാർഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കണമെങ്കിൽ മാനേജ്മെന്റ് ആയിട്ടും നല്ലൊരു ടൈപ്പ് ഉണ്ടാവണം. ഓക്കെ, മാനേജ്മെന്റ് അതിനുള്ള ശേഷി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം. then അതനുസരിച്ചിട്ട് ഇവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നമുക്കറിയാം ട്രേഡ് യൂണിയനുകൾ എപ്പോഴും എല്ലായ്പ്പോഴും എന്താണ് ഓരോരോ കാര്യങ്ങളിലേക്ക് ആയിരിക്കും ശ്രമിക്കുന്നത്. സോ അത് ഇപ്പോഴത്തെ കമ്പനിയുടെ ആ ഒരു നിലവാരവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു എക്കണോമിക് അല്ലെ കാര്യങ്ങൾ സാമ്പത്തികാവശ്യമൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതനുസരിച്ചിട്ട് എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് അവർ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത്. സോ മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്. നമുക്ക് അധികാരം ഉണ്ടെന്ന് വെച്ചിട്ട് അതിനുള്ള മതിയായ റിസോഴ്സസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനൊന്നും സാധിച്ചെന്ന് വരില്ല. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ചെയ്ത് പോകണ്ട, ഹെഡിങ് വെച്ച് തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എല്ലായ്പ്പോഴും പറയുന്ന മാതിരി വർക്കേഴ്സ് ആസ് ആൻ intermediary between the employees and the employer. Works as an intermediary, works as an intermediary between the employee and the employer. ഓക്കെ, അവിടെ യൂണിയൻ നേതാക്കൾ അല്ലെങ്കിൽ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്ക് ഇടയിൽ നിന്നിട്ട് ഒരു മധ്യസ്ഥനായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. Trade unions also play the role of mediators between the employees and the management of the company. Although the basic role of the trade union is to protect the interest of the workers, it also works as a means of clarifying as a sort of confusion or tension between the workers and the management. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് സംരക്ഷണം കിട്ടത്തക്ക വിധത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം കിട്ടത്തക്ക വിധത്തിൽ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് യൂണിയനും പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൺഫ്യൂഷൻ അല്ലെ ഒരു ടെൻഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെ വർക്കേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമാണ് മാനേജ്മെന്റ് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ സാധിക്കുള്ളൂ. സോ ഇരു കൂട്ടരും നമുക്കറിയാം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന അനുസരിച്ചിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെ, അതിന് ഇടയിലാണ് ഈ യൂണിയനുകളുടെ മധ്യസ്ഥം വരുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഓക്കെ നിങ്ങൾ മേടിക്കേണ്ടതില്ല. എംപ്ലോയീസ് വലിയ കുഴപ്പമില്ലാത്ത ആക്റ്റീവായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നതാണ് അല്ലെ. അവരെ നമുക്കറിയാം ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ അവാർഡ്സോ അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാരിതോഷികങ്ങളൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് തീർച്ചയായിട്ടും മാനേജ്മെന്റിന് ഒരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ടും അതേമാതിരി തന്നെ എംപ്ലോയിക്ക് താല്പര്യം അനുസരിച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ടും തീർച്ചയായിട്ടും മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് യൂണിയൻ നേതാക്കളാണ്. വീണ്ടും പറയുന്നു ട്രേഡ് യൂണിയൻ is the process of a decision making. As a management can just consider the trade union and it does not need to discuss with every employee before arriving at a decision. Okay, ഓരോ എംപ്ലോയിനെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ച് ഓഫ് എംപ്ലോയീസിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. അതായത് യൂണിയൻ നേതാക്കൾ തീർച്ചയായിട്ടും
എംപ്ലോയീസിന്റെ ഒരു അല്ലെ ഒരു പ്രതിനിധിയായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ അവരുടെ ആയിട്ട് ആലോചിച്ചിട്ട് അല്ലെ അവിടെ തീർച്ചയായിട്ടും ഓർഗനൈസേഷനിലെ ഡിസിഷൻസ് ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. കാരണം അപ്പോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് ഓരോ എംപ്ലോയീസിനെയും അല്ലെ അവിടെ വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായങ്ങൾ ആരായേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. ദ ഇൻഫർമേഷൻ ഈസ് disseminated among the employees from the end of the trade union. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ഡിസിഷൻ കാര്യങ്ങളൊക്കെ അല്ലെ ഈ ഇൻഫർമേഷൻസ് പറയുന്നതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അതെല്ലാം എംപ്ലോയിലേക്ക് ആ ഒരു ഡിസിഷൻ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ഔട്ട് ചെയ്യുന്ന യൂണിയനുകളായിരിക്കും. It also needed to carry out the task of pursuing the employees positively regarding the decision taken by management with the consent of a trade union. Okay, നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ ഒരു അംഗീകാരത്തോട് കൂടിയിട്ട് അവിടെ മാനേജ്മെന്റിന് അല്ലെ പലതരത്തിലും എംപ്ലോയീസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. കാരണം നമുക്കറിയാം എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾ എന്താണെന്നൊക്കെ മോസ്റ്റ്ലി അറിയുന്നത് ട്രേഡ് യൂണിയനുകളാണ്. സോ അവരോട് ഡിസ്കഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് പല പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതനുസരിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് നടപ്പാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസും ഹാപ്പി ആയിരിക്കും. കാരണം അവരുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് അല്ലെ അത് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഒരു മീഡിയേറ്റർ ഇന്റർമീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നത് അവിടെ ട്രേഡ് യൂണിയനുകളാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മളൊരു 5 പോയിന്റ്സ് ഇപ്പോ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകള് ക്ലിയർ ആണോ? ഓക്കെയാണ്. ഓക്കെ, then നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ആക്ട് ആസ് എ സബ്സിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ടതാണ് സബ്സിസ്റ്റം ആയിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയൻ ആണെന്ന്. അപ്പൊ അതില് നമുക്ക് അവര് ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്ന ഒരു സബ്സിസ്റ്റം ആയിട്ടാണ്. The role of a trade union has grown in importance that they are now considered as a part of the social system. Okay,
നമുക്കറിയാം ഒരു ഒരു സാമൂഹിക വ്യവസായിക അല്ലെ ഒരു സംഘടന എന്നുള്ള ഭാഗമായിട്ടാണ് ട്രേഡ് യൂണിയൻ അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ നമുക്കറിയാം അവിടെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ തന്നെ അതിനെ കൺസിഡർ ചെയ്യുന്നത്. Changes in the social, economic, political and legal environment of the country greatly impact the nature of such a system. Okay, നമുക്കറിയാം എന്തെങ്കിലും സാമൂഹികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടും അല്ലെ നിയമപരമായിട്ടൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും ട്രേഡ് യൂണിയൻ അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു പ്രതിപ്രവർത്തനം അല്ലെ അവരുടേതായിട്ടുള്ള ആ നേച്ചറിൽ പ്രകടമാക്കും. കാരണം നമുക്കറിയാം സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ എംപ്ലോയീസിന്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി വരുന്ന ചേഞ്ചസുകൾ അല്ലെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീന ശക്തികൾ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ നിയമ കാര്യങ്ങള് അല്ലെ അമെൻമെന്റ്സുകളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ട്രേഡ് യൂണിയൻ അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. സോ ഒരു സബ്സിസ്റ്റം ആയിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. Thus we can say that a trade union works in a socio-economic system as a one unit in order to protect and to promote the interest of all the members of the employees. നമുക്കറിയാം ആ യൂണിയനിൽ അല്ലെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന എല്ലാ എംപ്ലോയീസിന്റെയും ആഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് അല്ലെ അത് എങ്ങനെയാണ് മാനേജ്മെന്റിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു സബ്സിസ്റ്റമായിട്ട് നിലനിന്നുകൊണ്ട് തന്നെയാണ് അവിടെ ആക്ട് ചെയ്ത് പ്രവർത്തിച്ച് അവർക്കായിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നത്. നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പുതുമ നിറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെ അവരുടെ ജീവിത നിലവാരമൊക്കെ വികസിപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്താണോ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത് അതനുസരിച്ചിട്ടുള്ള ബാർഗെയിനിങ് ആയിരിക്കും യൂണിയനുകൾ അവിടെ നടപ്പാക്കുന്നത്. സോ ഇവിടെ ആക്ട് ആസ് എ സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നതാണ് ട്രേഡ് യൂണിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ആ ഹെഡിങ് ഒക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെക്കാം. വോളണ്ടറി നേച്ചറാണ്, കോമൺ ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക. ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് ആണ്. കാരണം നമുക്കറിയാം അധികാരം കേൾക്കുന്നത് താഴേക്കിടയിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം അവരുടെ മെമ്പർഷിപ്പ് അല്ലെ അവരുടെ വോട്ട് കിട്ടിക്കൊണ്ടാണ് അവിടെ അതോറിറ്റി അല്ലെ അവിടെ അധികാരം ഈ ട്രേഡ് യൂണിയനിലെ നമുക്കറിയാം ലീഡർമാർക്കൊക്കെ ലഭ്യമാകുന്നത്. മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ് തീർച്ചയായിട്ടും ഒരു മാച്ചിങ് ഉണ്ടാവണം. അല്ലാതെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് യൂണിയൻ അവിടെ നിലകൊള്ളണമെങ്കിൽ അവിടെ നമുക്കറിയാം അതിനുള്ള ശേഷി ആർക്കുണ്ടാവണം, അവിടെയുള്ള മാനേജ്മെന്റിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യം അല്ലെ ഒരു മാച്ചിങ് റിസോഴ്സസ് അവിടെ അന്വർത്ഥമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. Then workers as intermediary അല്ലെ അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ആക്ട് ആസ് എ സബ്സിസ്റ്റം അല്ലെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് തന്നെയായിരിക്കും സോഷ്യൽ സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടുമല്ല ആ വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെയല്ലേ? വീണ്ടും റീസൺസ് ഫോർ എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ ആണ് വന്നിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് നമ്മള് അല്ലെ എംപ്ലോയീസ് ഇതില് മെമ്പർഷിപ്പ് എടുക്കാൻ കാരണം എന്തുകൊണ്ടാണെന്നുള്ള രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിലും അതിൻ്റെതായിട്ടുള്ള അവസരങ്ങളുണ്ട്. എന്തൊക്കെ കാരണം കൊണ്ടാണ് എംപ്ലോയീസ് ഈ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്? നമുക്ക് മോസ്റ്റ്ലി നമുക്കറിയാം അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഭാഗ്യം ചെയ്താലും അവിടെ അത് സാക്ഷാത്കരിക്കണമെന്നില്ല. തീർച്ചയായിട്ടും യൂണിയന്റെ ഒരു സ്ട്രെങ്ത് അല്ലെ പൊളിറ്റിക്കൽ സപ്പോർട്ട് അത് ലഭ്യമാകുമ്പോഴൊക്കെയാണ് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ അവിടെ ഫസ്റ്റ്ലി നമുക്കറിയാം ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശക്തി അത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ പറയുന്നത് മിനിമം ഡിസ്ക്രിമിനേഷൻ അല്ലെ അവിടെ വ്യക്തികൾ തമ്മിൽ എംപ്ലോയീസിനോട് എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിമിനേഷൻ കാണിക്കാനായിട്ടുള്ള സാധ്യത തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അത് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്
എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവിടെ സുരക്ഷാ ഉന്നതിയൊക്കെ ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോടുകൂടി സാധിക്കും. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് എംപ്ലോയീസിന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് അവിടെ തൊഴിലുടമ അല്ലെങ്കിൽ മാനേജ്മെന്റ് അത് മാനിക്കണമെന്നില്ല. പക്ഷെ യൂണിയന്റെ ഇടപെടൽ കൊണ്ടൊക്കെ തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്കറിയാം പിന്നില്ല മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ എംപ്ലോയറിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. എന്താണ് പിയർ പ്രഷർ ആൻഡ് ഹാർഡർ പെർസ്പെക്റ്റീവ്. തീർച്ചയായിട്ടും ഇതിൽ പറയുന്നത് എന്താണ്, കുറച്ചും കൂടി അല്ലെ തൊഴിലുടമയുടെ കയ്യിൽ നിന്ന് എംപ്ലോയീസിന്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആരെങ്കിലും യൂണിയൻ ലീഡേഴ്സിന്റെ കൂടെ അല്ലെ യൂണിയൻ ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നേടിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് അല്ലെ മറ്റ് ആ ഓർഗനൈസേഷനിലെ മറ്റ് എംപ്ലോയികൾക്കൊക്കെ ഒരു റെസ്പെക്ട്, ഒരു ആദരവ് ആ യൂണിയൻ ലീഡേഴ്സിനോടൊക്കെ തോന്നും. സോ അങ്ങനെയുള്ള ഒരു പ്രഷർ കൊണ്ടും മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുള്ള എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസ് ക്യാൻ എക്സ്പ്രസ് ദംസെൽഫ്, ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരങ്ങൾ തൊഴിലുടമ അല്ലെങ്കിൽ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് ലഭ്യമാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിൽ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുന്നു. ബെറ്റർ എംപ്ലോയർ റിലേഷൻഷിപ്പ്, നമുക്കറിയാം നല്ലൊരു ബന്ധം, തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷനിൽ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി ഹാപ്പി ആയിരിക്കും അല്ലെ. നല്ലൊരു തൊഴിലാളി ബന്ധം, നേരിട്ട് അവരായിട്ട് ഒരു കോൺഫ്ലിക്ട്സുകൾ ഇല്ലാതെ ഒരു മധ്യസ്ഥനെ വെച്ച് ഒരു കോൺഫ്ലിക്ട്സ് ഒരു തർക്കമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാം നേരിട്ടുള്ള ആ ഒരു ബന്ധത്തിന് വലിയ പ്രശ്നം വരില്ല അല്ലെ. ശരിയല്ലേ? നമുക്ക് തൊഴിലുടമയോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടണമെങ്കിൽ നേരിട്ട് ചോദിക്കാൻ ചിലപ്പോൾ ഒരു ഇച്ചിരി മടിയായിരിക്കും അല്ലെ. അത് ഒരു മീഡിയേറ്ററെ വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വലിയ പ്രശ്നമില്ലാതെ തന്നെ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അല്ലെ. അവിടെ അത്തരത്തിലുള്ള ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ടും ഇവിടെ യൂണിയനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഞാൻ ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ, കാരണം കേട്ടിരുന്ന് ബോറടിക്കേണ്ട ഒരു അല്ലെ, നമുക്കറിയാം ഒരു തിയറി പേപ്പർ ആണ്. ഇതാണെങ്കിൽ ട്രേഡ് യൂണിയന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഇനി അത് അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തൊക്കെ കാരണത്താലാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ ഗ്രഹിക്കാനുള്ളത്. പക്ഷെ നമുക്കറിയാം ഓരോ പാരഗ്രാഫ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അതിൽ പറയുന്ന ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവർ. ഓക്കെ, ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ടോ? അതായത് എന്തെങ്കിലും കാര്യങ്ങള് ചോദിച്ച് വാങ്ങിച്ചെടുക്കാനുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ കഴിവ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ? ഉണ്ടാവും. യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ താല്പര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സ്ട്രെങ്ത് കൂടുകയോ കുറയോ? ശക്തി കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ? അതൊരു രസമൊന്നുമില്ല. ഇവിടെയല്ലേ ഓണാക്കി വെച്ചിട്ട് പോയാ തിയറി പേപ്പർ ആയ റൗണ്ട് ഓണാക്കി വെച്ചിട്ട് പോയാ? ക്ലിയർ ആയോ അതിന്റെ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത്? അതായത് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാല് എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്, ശക്തി കൂടുമോ കുറയുമോ? കൂടും അല്ലെ. അത് കാരണം നമുക്കറിയാം അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ബാർഗെയിൻ ചെയ്യേണ്ട ഒരു ഇത് വരില്ല അല്ലെ. അത് ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് ഇച്ചിരി വിവരിച്ചേ ഉള്ളൂ. ഇറ്റ് ഈസ് a well-known fact that an individual employee has the very little power of a negotiation in a comparison to his employers. തൊഴിലുടമയോട് ഓരോ ഇൻഡിവിജ്വലും ചെന്നുകൊണ്ട് അവരവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ അത് ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചർച്ചയിൽ സമർത്ഥിക്കാനായിട്ട് നിന്ന് കഴിയുമ്പോൾ അതിന് ഒരു സ്ട്രെങ്ത് കുറവായിരിക്കും അല്ലെ. ഇൻഫാക്ട് യഥാർത്ഥത്തിൽ നമുക്കറിയാം വെരി ലിറ്റിൽ പവർ ആണ്, ഒരു ചെറിയൊരു ശക്തി അവർക്ക് ഉണ്ടാവുള്ളൂ.
And if an employee is dissatisfied with the terms and conditions of the job, which means the salary and working hours, he may leave the job. Okay, അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു മടിയും കാര്യം ചിലപ്പോൾ ചെവിക്കൊണ്ടില്ല എങ്കിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല എങ്കിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയി ആ ജോലി ഇട്ടിട്ട് പോകും. കാരണം അവർക്ക് മതിയായ രീതിയിലുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരിക്കും. അത് മതിയായ ഒരു വർക്കിംഗ് കണ്ടീഷനൊക്കെ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അവര് അല്ലെ അവർക്ക് ചോദിക്കാനായിട്ടുള്ള മടി കൊണ്ടൊക്കെ എന്താണ് അവര് ആ ജോലി ഇട്ടിട്ട് വേറെ ജോലിക്ക് പോകും. പക്ഷെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇല്ലേ ഇവർക്ക് ജോലി സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയിലെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ അവിടെ അറിയിക്കാനായിട്ട് സാധിക്കും. പക്ഷെ മെമ്പർഷിപ്പ് ഇല്ല എങ്കിലും തീർച്ചയായിട്ടും സിംഗിൾ ആയിട്ട് നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ കുറവായിരിക്കും. But particularly it is not possible for an employee to switch jobs repeatedly due to dissatisfaction with the company. നമുക്കറിയാം തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഇത് അല്ലെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷൻ വന്നുകൊണ്ട് ജോലി ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം വരുന്നു ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, പക്ഷേ പഠിക്കുമ്പോൾ അവർ ജോലിയിൽ നിന്ന് വിട്ടുപോകും അല്ലെ വീണ്ടും നമ്മൾ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടതായിട്ട് വരും. സോ എന്താണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്, എംപ്ലോയിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ആഗ്രഹം എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്നു. Such a situation may cause financial as well as the emotional problems for an employee. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിക്ക് ഇങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻസും അല്ലെങ്കിൽ മതിയായ സാലറി ഒന്നും അല്ല എങ്കിൽ അല്ലെങ്കിൽ മതിയായ എന്തെങ്കിലും അല്ലെ ചിലപ്പോൾ ആണെങ്കിൽ ഹസാർഡ്സ് നിറഞ്ഞ അപകടാവസ്ഥ നിറഞ്ഞ ഒരു ജോലിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സിറ്റുവേഷൻസ് ഒന്നും തരുന്നില്ല എങ്കിലൊക്കെ അവർക്ക് ആ ഒരു ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് അല്ലെ വൈകാരികമായിട്ടൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. The better option for him is to join a trade union which can take an appropriate action against the management of the concerned company. Okay, നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് യൂണിയൻ അത് കൃത്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തും, അല്ലെ മാനേജ്മെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പൊ കമ്പനിയുമായി ബന്ധപ്പെട്ട് അത് ഡീൽ ചെയ്തു പോകും. Then threatening or actually going on a strike is an effective method that may lead the management to agree to the employees conditions and to put the consent to it. Okay, നമുക്കറിയാം ചെറിയ രീതിയിലൊക്കെ 1-2 പേഴ്സൺസ് ഒക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത കാര്യങ്ങള് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് വരികയാണെങ്കിൽ അവർ ഒന്നിച്ച് നിന്നിട്ട് ബാർഗെയിൻ ചെയ്തു വല്ല സ്ട്രൈക്ക് ഒക്കെ ആയിട്ട് അല്ലെ മുന്നോട്ട് വന്നുകൊണ്ട് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവരവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഒരു തീരുമാനങ്ങളൊക്കെ കണ്ടെത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡിവിജ്വൽ ആണെങ്കിൽ അതിന്റെ ബാർഗെയിനിങ് പവർ കുറവായിരിക്കും. യൂണിയന്റെ സപ്പോർട്ടും കൂടി കൂടുമ്പോൾ അവിടെ ബാർഗെയിനിങ്ങിന്റെ സ്ട്രെങ്ത് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പോയിന്റ് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. മിനിമൽ ഡിസ്ക്രിമിനേഷൻ ഇതാണ് ഒരു കുറഞ്ഞ അല്ലെ വിവേചനം കുറയാനായിട്ടുള്ള സാധ്യത. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ ചില എംപ്ലോയീസിനോട് ഒരു മമത ഉടമയ്ക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മിക്കവാറും കമ്പനികളിലൊക്കെ അങ്ങനെ സാധ്യതകൾ ഉണ്ടാവാം. പക്ഷെ യൂണിയനൊക്കെ ഉള്ള കമ്പനികളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതൊന്നും ചിലപ്പോൾ നടപ്പായി വരില്ല അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രൊമോഷൻ തീരുമാനങ്ങളൊക്കെ വരുമ്പോഴേക്കും ചിലർക്ക് പ്രൊമോഷൻ കൊടുക്കും. ചിലപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അതേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് പ്രൊമോഷൻ അനുവദിച്ചിട്ട് വരില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അവരുടേതായിട്ടുള്ള ആ ഒരു അവകാശം നേടിയെടുക്കാനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ഒരു ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ. പ്രൊമോഷൻ ഡിസിഷൻ, ട്രാൻസ്ഫർ ഡിസിഷൻ, സാലറി ഡിറ്റർമിനേഷൻ എക്സെട്ര. ഈ പറഞ്ഞ സാലറി ആണെങ്കിലും മറ്റു സ്ഥലത്തേക്ക് ബ്രാഞ്ചിലേക്കൊക്കെ ട്രാൻസ്ഫർ ഒക്കെ നടത്തുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അല്ലെ പ്രശ്നങ്ങൾ മിനിമം ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. Such a decision which are entirely depend on the personal perspective, feelings, opinion or understanding of the manager. Okay, മാനേജറിന്റെ അവരുടെ വൈകാരികമായിട്ടുള്ള മനോഭാവത്തിന്റെയും ധാരണയുടെയും ആശയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ചിലർക്ക് സാലറി കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കുക പ്രൊമോഷൻ സാധ്യതകളൊക്കെ കൊടുക്കുക എന്നുള്ളത് തീരുമാനത്തിലെത്തുന്നത്.
Then ഇവിടെ hence superior subordinate relationship may play a crucial role in it. ഇവിടെ നമുക്കറിയാം മേലധികാരികളും സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരും നമ്മളൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള അല്ലെ ഒരു ബന്ധം ഈ പറഞ്ഞ മാതിരി പങ്ക് അവിടെ നിലനിന്ന് പോകുന്നു. This is a chance of partially and basis may also crop up. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പാർഷ്യാലിറ്റി ഒക്കെ ഫീൽ ചെയ്യാൻ അല്ലെ പാർഷ്യാലിറ്റി ആൻഡ് basis may also crop up. ഒരു ആളോട് ഇങ്ങനെ ഒരു ചിന്തിച്ച പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കാനൊക്കെ സാധ്യതകളുണ്ട് അല്ലെ സബോർഡിനേറ്റിനോട് ചില സബോർഡിനേറ്റിനോട് ചില കീഴുദ്യോഗസ്ഥരോട് ഒരു മമതയൊക്കെ കാണിച്ച് അവർക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫറും സാധ്യതയൊക്കെ കൂട്ടി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. In such a situation, the role of a trade union becomes very important as they can force the management to frame the personal policies in order to ensure party എന്താണ് among the workers. തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ യൂണിയൻ ഇടപെടുന്നു. തീർച്ചയായിട്ടും ഇന്ന രീതിയിൽ അല്ലെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഈ രീതിയാണ് ആ രീതി അനുസരിച്ചിട്ട് തന്നെ പോളിസികൾ ആ നയങ്ങൾ അനുസരിച്ചിട്ട് തന്നെ പോകാനായിട്ടുള്ള ഒരു നടപടിക്രമം മുന്നോട്ട് കൊണ്ടുവരുന്നു. Also the decision related to labor taken by the top management are closely monitored by the labor union. തീർച്ചയായിട്ടും നമുക്കറിയാം ലേബർ യൂണിയന്റെ അല്ലെ സപ്പോർട്ടോട് കൂടിയിട്ട് കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം യൂണിയൻ നേതാക്കളുടെ പ്രശ്നങ്ങൾ വരുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. This can reduce the scope of for partiality and biases in the organization. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനോട് ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെ ഒരു വേർതിരിവ് കാണിക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതുകൊണ്ട് സാധ്യമാകുന്നു. സോ എംപ്ലോയീസ് എല്ലാം തന്നെ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കും. കാരണം അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് പ്രൊമോഷൻ വരുമ്പോൾ അവർക്ക് അനുകൂലമായതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിയന്റെ ഇടപെടലോട് കൂടിയിട്ട് അവർക്ക് അനുകൂലമാക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഒരു മെയിൻ റീസൺ ആയിട്ട് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള സാധ്യതയായിട്ട് മിനിമം ഡിസ്ക്രിമിനേഷൻ പറയാം അല്ലേ? അല്ലേ? യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം അല്ലെ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എംപ്ലോയീസ് ഒക്കെ ഇതിന് മെമ്പർഷിപ്പ് എടുക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമുക്ക് ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.